അസ്സലാമു അലൈക്കും. ലേനസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തംബ്ലൈന് കണ്ടതുപോലെ തന്നെ നല്ലൊരു ഫിഷ് ഫ്രൈൻ്റെയും ഫിഷ് കറിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ രുചിക്കൂട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് പ്രത്യേകത ടേസ്റ്റ് ഉണ്ടാവും. ഏത് ഫിഷാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് വളർത്ത് ഫിഷാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ നല്ല ഇതിൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഇട്ടീനു. ആ ഫിഷാണ് ഞാൻ ഇന്ന് ഫ്രൈ ചെയ്യാനും കറി വെക്കാനൊക്കെ എടുക്കണത്. ഇപ്പം ഞാൻ ഇതിൽ ഫിഷ് നന്നാക്കണതും ക്ലീൻ ചെയ്യണതൊക്കെ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ കുറേ പേർക്ക് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കണത്. ഇപ്പം ഇതിൻ്റെ സൈഡ് ഞാൻ ഭാഗം ചെത്തി കൊടുത്തിട്ട് പിന്നെ എല്ലാ ഭാഗവും അതേപോലെ തന്നെ ചെത്തിയെടുക്കുകയാണ്. കുറച്ച് മൂർച്ചല്ല കത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടൂല. നല്ല മുള്ളായിട്ട് തന്നെ കിട്ടും. അപ്പം ഇതുപോലെ തന്നെ ഫുള്ളായിട്ടും ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ചെത്തിയെടുക്കാം. സാധാരണ കടൽ മീൻ നമ്മൾ വാങ്ങണ സമയത്ത് ഇതിന് തൊലി കളഞ്ഞെടുക്കാനും നന്നാക്കാനൊന്നും അധികം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ വളർത്ത് മീനായതുകൊണ്ടാണ് എന്താ എനിക്കറിയില്ല, ഇത് നല്ല ഉറപ്പും എല്ലിന് ബലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് വലിയ ടാസ്ക് ആണെന്ന് കരുതിയാണ്ടാണ് ഇത് തോല് പൊളിക്കണത്. പക്ഷേ അത്രക്ക് വലിയ ടാസ്ക് ഒന്നും വന്നില്ല. ആദ്യമൊക്കെ ചെറുതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും പിന്നെ എളുപ്പമുണ്ടായി. ഇത് തൊലി പൊളിക്കാതെ ഒരിക്കലും നമ്മളിത് കട്ട് ചെയ്യരുത്. പിന്നെ ഇത് തൊലി പൊളിക്കാൻ കഴിയൂല, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഇങ്ങനെ പൊരിച്ച് കഴിഞ്ഞപ്പോൾ ആവോലി മീനിൻ്റെ അതേ ടേസ്റ്റിലാണ് എനിക്ക് ഈ ഫിഷ് കിട്ടിയത്. കറി വെച്ചിട്ടും അടിപൊളിയായിരുന്നു, പൊരിച്ചിട്ടും അടിപൊളിയായിരുന്നു. ഇതിങ്ങനെ കൈകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വലിച്ച് എടുത്താൽ മതി, എന്നാൽ തന്നെ അങ്ങനെ കിട്ടും. ചെറിയൊരു വൗക്കലൊക്കെ ഉണ്ട്, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല. ഇതിൽ ഐസും ഒന്നും ഇടാതെ ഞാൻ ഫ്രഷായിട്ട് കൊടുന്ന് വെച്ചതേനു. പിന്നെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസമാണ് ഇത് എടുക്കണത്. രാത്രി കൊടുന്ന് വെച്ച് രാവിലെയാണ് ഇത് എടുക്കണത്. ഇത് ഗ്രില്ലർ ഫിഷാക്കി ഉണ്ടാക്കിയെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റി കാരം. എവിടെയും കട്ട് ചെയ്യാതെ നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തൊലി കളഞ്ഞ് ഈ മസാലകൾ തന്നെ തേച്ചെടുത്താലും മതി. അങ്ങനെ കഴിക്കുമ്പോഴും ഇത് അടിപൊളി ടേസ്റ്റി കാരം. ഞാൻ ഇതിൻ്റെ തലേന്ന് മാറ്റിയെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് നെയ്യാണ് എനിക്ക് കിട്ടിയത്. നിറച്ച് നെയ്യ് പറഞ്ഞാൽ വലിയ 2 കഷ്ണം നെയ്യ് ഇതിൻ്റെ ഉള്ളിൽ പനഞ്ഞിയൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ. ഇത് ഞാൻ എടുത്തിട്ടില്ല, അത് മാറ്റി കളഞ്ഞിക്കണ്. അതേപോലെ ചിക്കന് കഴുപ്പുണ്ടാവുമല്ലോ, അത് പൊട്ടാതെ കിട്ടിയ ഇതിലൊക്കെ ആയാൽ പൊട്ടും. പക്ഷെ ആ കഴുപ്പ് ഇതിൽ കാണുന്നുണ്ട്, അതൊക്കെ മാറ്റണം ഇതിലാവാതെ, അല്ലെങ്കിൽ കഴിച്ചിട്ട് ഫിഷ് തൊള്ളിയിൽ വെക്കൂല. അതൊക്കെ ഞാൻ മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ കട്ട് ചെയ്യണത്. അത് പൊട്ടാതെ എടുക്കാനും വേണം ശ്രദ്ധിക്കുക. കട്ടിങ്ങൊക്കെ നമുക്ക് എത്ര വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്യാം, ചെരിച്ച് കട്ട് ചെയ്യാം, എങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഈ രീതിക്കാണ് ചെയ്യണത്. കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഫിഷ്. ആവോലിൻ്റെ അതേ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നെയ്യ് കൂടുതലാണ് ഈ ഫിഷിന്. ഇതിൽ അധികം ഓയിലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നന്നായി ക്ലീൻ ചെയ്ത് വന്ന് ഇപ്പം ഞാൻ കറിക്ക് ചെറുതാക്കി കട്ട് ചെയ്യും, മറ്റത് വലിയതാക്കിയിട്ടും കട്ട് ചെയ്ത് വെക്കുകയാണ് ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ നെയ്യ്, ഇങ്ങനെയാണ് ഈ 2 കഷ്ണം നെയ്യ് ഉണ്ടായിന്. അത് ഞാൻ എടുക്കണില്ല, അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ ഫിഷിൽ നല്ല നെയ്യുണ്ട്. ഇനി ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വരട്ടെ ഞാൻ. എന്നിട്ട് മസാലകൾ റെഡിയാക്കണത് കാണിച്ചു തരാം. ഒരു 6-7 വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചിയും 3 ചുവന്നുള്ളിയും 3 തോക്കം കുരുമുളക്, പച്ചക്കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ എല്ലാ മരത്തുമ്മലും പച്ചക്കുരുമുളക് എല്ലാ വീട്ടിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റും വരിക. കുറച്ച് കാന്താരി മുളകും, ചുവന്നുള്ളിയും
പച്ചക്കുരുമുളകും ഒന്നും സാധാരണ ഫിഷ് പൊരിക്കണ സമയത്ത് കൂട്ടലില്ല. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി പേസ്റ്റായി അരച്ചെടുത്തതാണിത്. ഇനി ഫിഷിൽ തേച്ച് പിടിപ്പിക്കാം. ഫിഷ് കഴുകി വെള്ളം നന്നായി ചോർന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോൾ മസാല തേച്ച് പിടിപ്പിക്കണത്. ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ മസാല തേച്ചതിൻ്റെ ശേഷം ഞാൻ കറി വെക്കണതാണ് കാണിക്കണത്. അതുവരെ ഈ മസാല ഫിഷുമലൊക്കെ പൊടിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഈ സവാള ഇട്ടതിന് പകരം ചെറിയുള്ളി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 15 ചെറുള്ളി ഇട്ട് കൊടുത്തേക്കണ്. അതൊന്ന് ചതച്ചെടുത്തതാണ്. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിന്. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. പുളിക്ക് ഞാൻ വേറെ കൊടുമ്പുളി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് തക്കാളി ചേർത്തത്. വാളംപുളി ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എടുത്ത അതേ അളവ് തന്നെയാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ചക്കുത്ത് മാറുന്ന വരെ ഇളക്കിയെടുക്കണം. ഇനി ഇത് ചെറിയ തീയിൽ വേണം, സിമ്മിൽ ആക്കിയിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതാണ് കൊടുമ്പുളി ചേർത്ത് കൊടുക്കുക. ഞാൻ കേകിയാണ്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. കുറുകലിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം. അതിൽ തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ഞാൻ ചേർക്കണില്ല. ഇപ്പോൾ ഇതൊന്ന് ചൂടായി തള വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് 3 മിനിറ്റ് വരെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്, മസാലകളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട്. 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തലൻ്റെ ഭാഗങ്ങളും ബാലിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത്. തലക്കറി എന്ന് പറയാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട് എന്തായാലും. ഇതിലേക്ക് കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പാണ് ആദ്യം ചേർത്തിനത്, അതുകൊണ്ട് കുറച്ചുകൂടിയും ചേർക്കുകയാണ്. ഇനി ആവശ്യമാണെങ്കിൽ പിന്നീട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്, എണ്ണകളൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞ് ഇത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇപ്പോൾ ഈ കറി ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇപ്പോൾ കഴിക്കണത്. അതേമാതിരി കാച്ചിലിൻ്റെ കൂടെയും കഴിക്കുന്നുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഓയിലോ ഏതും ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണൻ്റെ ആവശ്യമുള്ളൂ. ഫിഷിൽ തന്നെ നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് വെളിച്ചെണ്ണ കൂടുതലായിട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഇത് ആവശ്യത്തിന് പൊരിച്ചെടുക്കണുള്ളൂ, ഫുള്ളായിട്ട് പൊരിച്ചെടുക്കണില്ല.
ഇതൊരു പീസ് മതി ചോറ് കഴിക്കാൻ. വേറെ കറിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല, വേറെ ഉപ്പേരിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ചോറ് എത്രയും കഴിക്കാം. അത്രക്ക് നല്ല രുചിയുണ്ട്. ഇതൊരു ഭാഗം ഫ്രൈ ആയതിൻ്റെ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അയക്കണ്, ഞാനത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കൂടുതലായിട്ട് സമയം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം ഫ്രൈ ചെയ്യണതൊക്കെ. മസാല കൂട്ടുള്ളല്ലോ എല്ലാവർക്കും ഒരുപോലെ അല്ലാത്തത്. പല നാട്ടിലും പല ഡിഫറൻറ്റിലേക്കാരം മസാലകൾ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഓയിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ വാർന്നിട്ട് ഇത്രയും ഓയിൽ ഇതിൽ ബാലൻസാണ്. ഇപ്പോൾ ഇത് 2 ഭാഗം വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റുകയാണ്. ഇതിൽ തന്നെ കടന്നാൽ ഓയിൽ കൂടുതലായിട്ടും ഫിഷുമ്മക്ക് പിടിക്കും കരുതിയിട്ടാണ് ഇതിൽ നിന്ന് മാറ്റുന്നത്. കറി ചപ്പാത്തിൻ്റെ കൂടെ പൊറാട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറി കൂടിയാണിത്. ഇത് ഫിഷ് ബിരിയാണി വെക്കാനും പറ്റുന്ന ഒരു ഫിഷ് കൂടിയാണ്. അടിപൊളി ടേസ്റ്റി കാരണം. ഇപ്പോൾ ഓയിൽ കണ്ടില്ല എത്രയും ബാലൻസാണ്. ഇതിൽ നിന്ന് എണ്ണ വന്നതാണ്, പാർന്നിലും കൂടുതലുണ്ട്. ഇപ്പം ഞാൻ ചൂടോട് കൂടി തന്നെ കറി ചോറിലൊഴിച്ച് കഴിക്കുകയാണ്. നല്ല ജ്യൂസി മീനാണ്. അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ.